കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആദ്യ സ്മാർട്ട് റോഡ് 10ാം ഡിവിഷനിൽ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എറണാകുളം MP ഹൈബിയുടെ നിർവഹിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ KA അൻസിയ മുഖ്യാതിഥിയായി. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആദ്യ സ്മാർട്ട് റോഡായ 10ാം ഡിവിഷനിലെ സെന്റ് ആന്റണീസ് സ്മാർട്ട് റോഡ് എറണാകുളം MP ഹൈബിയുടെ ഉദ്ഘാടനം ചെയ്തു. പൊതുയിടങ്ങൾ മനോഹരമാക്കി തീർക്കുന്നതിൽ ഒരു നഗരത്തിന്റെ മാറുന്ന മുഖമായി അത് മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കാം. നമ്മുടെ ഇവിടെ ഫുട്ബോൾ ടർഫും ലൈബ്രറിയും ബാഡ്മിൻ്റൺ കോർട്ടും അങ്ങനെ ഓപ്പൺ ജിമ്മും അവിടെ ഒരു ഓഡിറ്റോറിയവും ഓപ്പൺ ഗ്രൗണ്ടും എല്ലാം വളരെ മനോഹരമായി തീർത്ത് 5 വർഷം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൊച്ചി നഗരസഭയുടെ 74 വാർഡുകളിലും ശ്രീ ബാസ്റ്റിൻ ബാബു ഒരു മാതൃകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ KA അൻസിയ മുഖ്യാതിഥിയായ ചടങ്ങിൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നത് 4ാമത്തെ ഉദ്ഘാടന ചടങ്ങിലാണ്. ഞാൻ ആദ്യമായി ഇങ്ങനൊരു പരിപാടി വളരെ ഭംഗിയായി ഒരു റോഡ് ചെയ്യുക എന്ന് മാത്രമല്ല, റോഡിന്റെ ഭംഗിയും അതിന്റെ ആസൂത്രണവും എല്ലാം മനോഹരമായി നിർവഹിച്ച ബാസ്റ്റിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TK അഷറഫ്, VA ശ്രീജിത്ത്, CD വത്സലകുമാരി, സീന ഗോകുലൻ, കൌൺസിലർമാരായ ഷൈല തദേവൂസ്, ആന്റണി കുരീത്തറ, ചുള്ളിക്കൽ ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ പൊള്ളയിൽ, 10ാം ഡിവിഷൻ കൌൺസിലറായ ബാസ്റ്റിൻ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് മാതൃകയായി മാറുകയാണ് 10ാം ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ. വർഷങ്ങളായി വെള്ളക്കെട്ട് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ന് മികച്ച രീതിയിലുള്ള മികച്ച സംവിധാനങ്ങളുള്ള ഒരു സ്മാർട്ട് റോഡാക്കി മാറ്റാൻ സാധിച്ചതെന്ന് കൌൺസിലർ ബാസ്റ്റിൻ ബാബു അഭിപ്രായപ്പെട്ടു. റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വെള്ളക്കെട്ട് സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു റോഡാണ്. വളരെ താഴ്ന്നിരുന്ന വേലിയേറ്റ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിക്കിടന്ന ഒരു റോഡാണ്. പകൽ സമയത്ത് പോലും വെള്ളക്കെട്ട് ഉണ്ടായിരുന്നൊരു റോഡായിരുന്നു. അപ്പോൾ ആദ്യപടി എന്ന നിലയിൽ കാരണം പടിഞ്ഞാറ് വശം കുറച്ച് ഹൈറ്റ് ചെയ്ത് ബാക്കി ഈ ഏരിയ എല്ലാം താഴ്ന്നിറക്കുന്നതായിരുന്നു. സ്ഥിരമായിട്ട് പിന്നെ ആ ഹൈറ്റിൽ വരെ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ദേവാലയമുണ്ട്. ഇതിലൂടെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒന്നും കൂടെ ഹൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇതിൽ ഒരു സ്മാർട്ട് റോഡായിട്ട് ചെയ്യണം. കാരണം മാറ്റങ്ങൾ നമ്മളിലൂടെ തന്നെ വരണം എന്നുള്ളൊരു കാര്യം, അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന 10 വർഷവും 5 വർഷവും പഴക്കമുള്ള കട്ടകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റിമൂവ് ചെയ്തപ്പോഴത്തേക്കും പൊട്ടിപ്പോയ കുറച്ച് കട്ടകൾ മാത്രം പുതിയത് നിസാര സ്ക്വയർ ഫീറ്റ് പുതിയ കട്ടകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡ്രെയിൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് സ്ലാബിൻ്റെ മുകളിൽ നമ്മൾ ടൈലിട്ട് ഫുട്പാത്ത് ഇറക്കി. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയും നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും 19 മാൻഹോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ 7 ക്യാമറയോളം ഇവിടെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ 7 സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ FM സംവിധാനം ഏർപ്പാടാക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ എൻട്രൻസിലൊരു സെൽഫി പോയിന്റ്, ഐ ലവ് കൊച്ചി എന്നൊരു സെൽഫി പോയിന്റ് ചേർന്ന്. പിന്നെ റോഡ് സ്റ്റാർട്ടിങ് തുടങ്ങി ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ചെടികൾ വെച്ച് അലങ്കരിച്ച് ചെയ്തേക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.